ഹലോ അർജുൻ, ഞാനിപ്പോൾ ക്ലാസ്സിലാണേ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ഇതിവിടെ തന്നെ ഇരിക്കട്ടെ, അതാ നല്ലത്. അമ്മയായിരിക്കും. നമസ്കാരം. അരുവേട്ടാ, എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്തു പറ്റി? ഒന്നുമില്ല ചാരു, നമുക്ക് എത്ര സേവിങ്സ് ഉണ്ടാവും? എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? അല്ല, ബാങ്ക് അക്കൗണ്ടിലും മറ്റുമായി സമ്പാദ്യം എത്ര മിച്ചമുണ്ടെന്നാ. നിന്റെ ഓപ്പറേഷനൊക്കെ വരുമ്പോ ചെലവിനെ കുറിച്ച് നമുക്കൊരു ധാരണയൊക്കെ വേണ്ടേ? ആ അല്ല, 2 വർഷം മുമ്പ് നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തിയിരുന്നില്ലേ? അതിന്റെ സർട്ടിഫിക്കറ്റ് എവിടെയാ? അത് ഷെൽഫിലുണ്ട്. എത്ര ഉണ്ടാവും അതിലെ എമൗണ്ട്? ഇതിപ്പോ ഇന്ന് രാവിലെ തന്നെ ഓപ്പറേഷൻ നടത്തേണ്ടതില്ലല്ലോ. ഇപ്പൊ തന്നെ നമ്മൾ കാശ് അടയ്ക്കണോ? അതല്ല, നമ്മൾ കരുതിയിരിക്കണ്ടേ? അധ്യാപകരുടെ പൊതുവേയുള്ള കുഴപ്പം ഇത്. എല്ലാ കാര്യങ്ങളിലും ഭയങ്കരമായ തയ്യാറെടുപ്പുകൾ നടത്തും, അവസാനം എല്ലാം കൊളാവുകയും ചെയ്യും. എന്തായാലും ഇപ്പൊ ഞാൻ പോയി ആ സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് വരാം. അതുവരെ അരുൺ മാഷ് ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ടെൻഷൻ അടിക്കും കേട്ടോ. എവിടെ പോയി? ഞാൻ ഇവിടെ ഇത് വെച്ചേ. ഈശ്വര, ജാതകം.
ഇതാരുടെ ജാതകമാണെന്നാ പറഞ്ഞേ? എൻ്റെ കൂട്ടുകാരുടെയും ഹസ്ബൻഡിൻ്റെയാ. കൂട്ടുകാരി വളരെ അടുത്ത കൂട്ടുകാരിയാണോ? ആ അതെ. എങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം അവരെ അറിയിക്കണ്ട. അത് അത്ര നല്ല കാര്യമല്ല. എന്താ എന്താ പ്രശ്നം? നിങ്ങളുടെ കൂട്ടുകാരിക്ക് ഇപ്പൊ 25 വയസ്സുണ്ട്. 26 ആകാനായിട്ട് 4 മാസം കൂടി കഴിയണം. 26 വയസ്സ് തികയുന്നത് വരെയുള്ള ജാതകമേ ഇതിൽ എഴുതിയിട്ടുള്ളൂ. ഇതിലെ അവസാനത്തെ വരി ഇതാ കണ്ടോ, ശേഷം ചിന്ത്യം. എന്നുവെച്ചാ? അതായത് നിങ്ങളുടെ കൂട്ടുകാരി 26 വയസ്സ് തികയ്ക്കില്ല. സത്യം, ആയുസ് തികയ്ക്കാത്ത ഒരാളുടെ ജാതകമായത്. പ്രാർത്ഥനയും വഴിപാടും മുടങ്ങാതെ നടത്തുകയാണെങ്കിൽ മഹാവ്യാധികളിൽ നിന്നും ഒരു പരിധിവരെ രക്ഷപ്പെടാനാകും. എങ്കിലും അകാല മരണം സുനിശ്ചിതം. എന്തുപറ്റി? അല്ല, അവളുടെ കാര്യം ആലോചിച്ചിട്ട്. സാരമില്ല, അവരിതൊന്നും ഈ രീതിയിൽ അറിയാതിരുന്നാ മതി. മനസ്സിന്റെ ബലം കൂടി കളഞ്ഞു കുളിക്കണ്ട. പിന്നെ കൂടെയുള്ള ഈ ജാതകം അവരുടെ ഭർത്താവിൻ്റെതല്ലേ? അതെ, അത് നോക്കിയിട്ട്. 2ാം വിവാഹത്തിനുള്ള സാധ്യത അല്ല, സാധ്യതയല്ല, അങ്ങനെ തന്നെ വരൂ. തീർച്ച ഈ ജാതകൻ 2ാം വിവാഹം ചെയ്തിരിക്കും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഈ ജാതകൻ പുനർവിവാഹം ചെയ്തിരിക്കും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ? ഇരുപത്തിയാറ് വയസ്സ് തികയുന്നത് വരെയുള്ള ജാതകമേ ഇതിൽ എഴുതിയിട്ടുള്ളൂ. ഇതിലെ അവസാനത്തെ വരി ഇതാ കണ്ടോ, ശേഷം ചിന്ത്യം. സാരമില്ല, അവരിതൊന്നും ഈ രീതിയിൽ അറിയാതിരുന്നാ മതി. മമ്മിയും പപ്പയും എനിക്ക് ഇഷ്ടമല്ലാത്ത ആളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചതില്ല ഞാൻ ഷോന്ന് വെച്ചത്. മുത്തശ്ശനോ? മുത്തശ്ശൻ ഷോന്ന് വെച്ചതോ? ശ്വേതമോള് മനസ്സ് വിഷമിച്ചിരിക്കുമ്പം മുത്തശ്ശന് ഷോ വയ്ക്കാതിരിക്കാൻ ഒക്കുമോ? നമ്മളിപ്പോ എന്താ മോളെ ചെയ്യാ? ഞാനും അത് ആലോചിക്കുന്നേ. മുത്തശ്ശൻ അറിയാലോ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നു അർജുനെന്ന്. അപ്പോ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ എന്ത് ചെയ്യും ഞാൻ മുത്തശ്ശ? അർജുൻ എഞ്ചിനീയറിംഗിന് ഇപ്പൊ എത്രാം വർഷമാ? ഫൈനൽ ഇയർ. അപ്പം അടുത്ത് തന്നെ പരീക്ഷ പാസ്സാകും. പിന്നവൻ ആരാ ആരാ ആരാ? എഞ്ചിനീയർ. ഇപ്പോ ഒരു എഞ്ചിനീയർക്കൊക്കെ എന്നാ വക? അവൻ നല്ല മിടുക്കൻ തന്നെയല്ലേ? നല്ല ഉദ്യോഗം തന്നെ അവന് കിട്ടും. സിംഗപ്പൂരിലോ കാനഡയിലോ ഒക്കെ ചെന്നാലേ അവനെ ഒന്ന് കാണാൻ പറ്റും. അതാ അവന്റെ പവർ. പറ, മുത്തച്ഛൻ അർജുനെ ഇഷ്ടമാണോ? പറഞ്ഞില്ലേ, ശ്വേതമോള് മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട ഒരാളെ മുത്തച്ഛൻ ഇഷ്ടപ്പെടാതിരിക്കാനൊക്കുവോ? ചെറുപ്പകാലത്ത് ഈ അർജുനെ പോലായിരുന്നു ഈ മുത്തച്ഛനും. എന്നുവെച്ചാ ഒരു കള്ളനായിരുന്നു അല്ലേ? സത്യമാ, ഇത്തിരി കള്ളത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഒക്കെ നിന്റെ മുത്തശ്ശിക്കറിയാം. ഇതുപോലെ ഫോൺ ചെയ്യായിരുന്നു മുത്തശ്ശിയെ. മണ്ടി. അക്കാലത്ത് ഫോണുണ്ടോ? അപ്പോ കത്തെഴുതുമായിരുന്നു. എന്തും വേണ്ടും കത്താ എഴുതിയിട്ടുള്ളതെന്നറിയാമോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ പിന്നെ ആ കത്തുകളൊക്കെ നിറച്ച് അവളൊരു തലയാണയുണ്ടാക്കി. കുറെ കാലം ഞങ്ങൾ ആ തലയാണയാ ഉപയോഗിച്ചത്. എന്താ രണ്ടുപേരും കൂടി ഒരു തലേണയുടെ കാര്യം പറയണത്? അതുണ്ടല്ലോ മുത്തശ്ശി, മോളെ, ഈ മുത്തച്ഛൻ ഒന്നുമില്ല. ഈ മുത്തച്ഛൻ ഓരോരോ കള്ളക്കഥകൾ പറയുന്നതാ. കള്ളത്തരം കുറെ കൂടുന്നുണ്ട്. അത് കൂടുതലാവുന്നോണ്ടാ ഈ നടു ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. കുഴമ്പിട്ട് തിരുമ്മി കൊടുക്കാൻ ഈ ഞാനും. ആ, രണ്ടുപേരും വന്നേ, കാപ്പി കുടിക്കാം. വാ. ആ ശ്വേത മോള് വിഷമിക്കണ്ട കേട്ടോ. നിന്റെ പപ്പയും മമ്മിയും കൂടെ എന്താലോചിച്ചാലും അത് നടക്കുകയില്ല. പോകാൻ പറ. മോക്ക് ഇഷ്ടമുള്ള കല്യാണമേ നടക്കത്തുള്ളൂ. മോടെ കൂടെ ഞാൻ നിൽക്കത്തുള്ളൂ. സത്യമാണോ മുത്തച്ഛ? അതേ മോളെ, നിന്റെ അർജുനെ ഒരു ദിവസം നീ ഇങ്ങോട്ട് വിളിക്കേ. മുത്തച്ഛന് അവനോടൊന്ന് സംസാരിക്കണം. താങ്ക്സ് മുത്തച്ഛ, ഞാൻ അർജുനെ വിളിക്കാം. വാ, നമുക്ക് പോയി കാപ്പി കുടിക്കാം. ആ ബാഗിങ് എടുത്തോ. കാശ് കാശോ? പോടാ, വിട്ടോടാ, പോടാ. പോലീസുകാരോടാ കാശ്, അതും എന്നോട്. ഞാൻ കാശ് മേടിച്ചിട്ടില്ല. അത് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ആരുമില്ലേ ഈ വീട്ടിൽ? ഇങ്ങോട്ട് മാറി നിൽക്കടി, ഇങ്ങോട്ട് മാറി നിൽക്കാൻ. സുബർണ എവിടെ? സുമി ഡോക്ടർ ഹോസ്പിറ്റലിലാ. ഡോക്ടർക്ക് ഡ്യൂട്ടി ഹോസ്പിറ്റലില്ലാതെ പിന്നെ പോലീസ് സ്റ്റേഷനിലാണോ? അതല്ല. ഏതല്ല? അല്ല, ഡോക്ടർ സ്റ്റെയർകേസിൽ നിന്ന് വീണു. കാലില് ഫ്രാക്ചർ ഉണ്ട്. അയ്യോ, കഷ്ടം കഷ്ടം. ഞാൻ ഭക്ഷണമൊക്കെ എടുത്ത് അങ്ങോട്ട് പോവാൻ ഇറങ്ങിയായിരുന്നു. ആദ്യം ഭക്ഷണം എനിക്കിതാ, എന്നിട്ട് എന്റെ മുറി കാണിച്ചതാ, എന്നിട്ടാകാം ബാക്കിയെല്ലാം. കീപ് ഡിസ്റ്റൻസ്, മാറി നിൽക്കൂ. ബാഗ് എടുത്ത് ഫോളോ മീ. കം ഓൺ. ഇറസ്പോൺസിബിൾ ലേഡി. പിന്നെ സെറ്റപ്പുകളെല്ലാം കൊള്ളാം. ആരുമൊന്നും കുറ്റം പറയത്തില്ല. അല്ല, എന്തുവാ നിന്റെ പേര്? ചിറ്റ. ചെറ്റയോ? അല്ല, ശ്രീജ. ഓ, PP ശ്രീജ, കലാമണ്ഡലം. കെടാമംഗലോ? ഇവിടത്തെ വേലക്കാരി അല്ലയോ? വേലക്കാരിയോ? സുമി എന്റെ ചേച്ചിയുടെ മോളാ. നീയാള് കൊള്ളലോടി. കെട്ടിയതാണോ? ചോദിച്ച കേട്ടില്ലേ? കല്യാണം കഴിഞ്ഞതാണോന്ന്? കഴിച്ചതാ, പക്ഷേ തൽക്കാലം അവിവാഹിതയാ. എന്താ നിന്റെ കെട്ടിയോന്റെ പേര്? ഉണ്ണിത്താൻ. വെറും ഉണ്ണിത്താനോ? അയാൾക്ക് വീടും കുടിയും തറവാടും ജോലിയും ഒന്നുമില്ലയോ? വെറും ഉണ്ണിത്താനല്ല, SP ഉണ്ണിത്താൻ. വീട് ചങ്ങനാശ്ശേരിയില്, പുത്തെഴുത്ത് തറവാട്. പിന്നെ കുടി നന്നായിട്ടുണ്ട്. ജോലി പോലീസിലാ, SI. ഇപ്പൊ കൈക്കൂലി കേസിലെ സസ്പെൻഷനില്ല. എന്റെ ശ്രീജ മോളെ. വേണ്ട, ഞാൻ കൂടില്ല. വല്ലപ്പോഴും കാണുമ്പോഴുള്ള ഈ സ്നേഹം മാത്രമേ ഉള്ളൂ. എത്ര ദിവസമായി എന്നെ ഒന്ന് വിളിച്ചിട്ട്. എന്റെ ശ്രീജു, നിന്നെ വിളിക്കുന്നില്ലെങ്കിലും ഞാൻ മുടങ്ങാതെ സുമിയെ വിളിക്കുന്നുണ്ടല്ലോ. സുമി പറഞ്ഞ് നിന്റെ ഓരോ വിശേഷവും കൃത്യമായിട്ട് ഞാൻ അറിയുന്നുണ്ട്. നിന്നെ മാത്രമല്ല, ഇവിടത്തെ ഓരോ കഥാപാത്രങ്ങളെയും എനിക്ക് കാണാപ്പാടമാ. അമ്മു,
ശിവരഞ്ജിനി, അരുൺ, ചാരുലത. പിന്നെ സുമിയുടെ മുമ്പില് നമ്മൾ കീരിയും പാമ്പും പോലാണല്ലോ. അതങ്ങനെ തന്നെ തുടരുന്നതാ ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. ഏതായാലും സുമിയുടെ വിശ്വസ്തയാണ് നീ. ഈ വീട്ടിലെല്ലാ സ്വാതന്ത്ര്യവും നിനക്ക് അവൾ തന്നിട്ടുണ്ട്. അത് മതി എനിക്ക്. ഞാൻ ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നടപ്പാകാൻ തൽക്കാലം ഇത് തന്നെ നല്ലത്. അകന്നു നിന്നുകൊണ്ട് നമുക്ക് സ്നേഹിക്കാം. അതായിരിക്കും നമ്മുടെ വിധി. എസ് പി, നിങ്ങൾ ആദ്യം കുളിക്ക്. വിശക്കുന്നില്ലേ? ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. അത് കൊള്ളാം. പക്ഷേ അതിനു മുമ്പേ ദേഹത്ത് കുഴമ്പൊക്കെ ഇട്ടൊന്ന് പിടിക്കണം. നാട് വിറപ്പിച്ചിരുന്ന ഗുണ്ടകളെയൊക്കെ അടിച്ചൊതുക്കിക്കൊണ്ടിരുന്നവനായി ഞാൻ. സസ്പെൻഷനിലായതോടെ എല്ലാം തീർന്നു. മര്യാദക്ക് 10 പൈസ കൈക്കൂലി കിട്ടിക്കൊണ്ടിരുന്നതാ. അപ്പൊ വിജിലൻസ് ആയി, ആന്റി കറപ്ഷൻ ആയി, ഓരോരോ പരിഷ്കാരങ്ങളെ വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ. അയ്യോ മോള് ചെല്ലേ. അയ്യോ ശരീരം ക്ഷീണിപ്പിക്കരുത് കേട്ടോ. ആ ചെല്ലില്ലേ. ഓ മോള് ചെല്ല്. സ്നേഹിക്കാൻ പറ്റിയൊരു സാധനം. എസ് പി ഏട്ടാ, കുളിക്കാൻ നോക്ക്. ദാ വരുന്നു മോളെ. ചാരു, നീ എന്തെടുക്ക ഇവിടെ? കിടക്കുന്നില്ലേ? അരുവേട്ടാ, നമ്മളിൽ ഒരാൾ മരിച്ച ഒരാൾ ഒറ്റയ്ക്കാവൂല്ലേ? പിന്നെ എല്ലാം ഒറ്റയ്ക്ക്. ഒന്നിച്ചു കണ്ട സ്വപ്നങ്ങളും ഒന്നിച്ചുള്ള ഓർമ്മകളും എല്ലാം മരിച്ചുപോയ ആളുടെ പങ്കുകൂടി ജീവിച്ചിരിക്കുന്ന ആൾക്ക് എല്ലാം അയാള് ഒറ്റയ്ക്ക് കണ്ടു തീർക്കണം, അനുഭവിച്ചു തീർക്കണം. നീ എന്തൊക്കെയാ ചാരു പറയുന്നേ? ഒന്നുമില്ല അരുവേട്ടാ, ഞാൻ ഓർക്കുമായിരുന്നു ഒരു കാര്യം. നമ്മളിൽ ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ അരുവേട്ടന് പിടിച്ചു നിൽക്കാൻ കഴിയൂ? ചാരു, എന്തൊരു ചോദ്യം ഇത്? പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടോ? ഉണ്ടാവണം അരുവേട്ടാ, പിന്നെയും ജീവിതം ഉണ്ടാവണം, ഉണ്ടാവുകയും ചെയ്യും. മനുഷ്യന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്, എല്ലാം മറക്കാനുള്ള കഴിവ്. അത് നഷ്ടപ്പെടാതിരുന്നാൽ ജയിച്ചു മനുഷ്യൻ. ചാരു, ഇപ്പൊ ഇതൊക്കെ പറയേണ്ട കാര്യം എന്താ? ഇപ്പൊ തന്നെ ഇത് പറയണോ അരുവേട്ടാ? ചങ്കില് ശ്വാസം പിടഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്റെ അരുവേട്ടനോട് ഇപ്പൊ പറയുക, അല്ല അപേക്ഷിക്കുക. ഞാൻ മരിച്ചുപോയ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതരുത് അരുവേട്ടൻ. അത് സഹിക്കാനാവില്ല എനിക്ക്. അധികകാലമൊന്നും കാത്തു നിൽക്കാതെ വേറൊരു വിവാഹം കഴിക്കണം. നല്ലൊരു പെൺകുട്ടിയെ, ഈ ചാരുവിനേക്കാളും നല്ലൊരു പെൺകുട്ടിയെ അരുവേട്ടന് കിട്ടും. പിന്നെ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് നിങ്ങൾ ഒന്നിച്ച് പുതിയൊരു ജീവിതം. അത് നമ്മുടെ ഈ കിളിക്കൂടി തന്നെ അല്ലേ? നീ എന്റെ വായിരിക്കുന്ന കേൾക്കും. മര്യാദയ്ക്ക് വന്ന് കിടക്കുന്നുണ്ടോ?